Okay, good morning, dears. All of you mark your attendance. Miss, എനിക്ക് പ്രസന്റ് ഇടാനാവുന്നില്ല. ആരാധ്യാണ്. ഓക്കെ, ആരാധ്യക്ക് അതാണ് ആരാധ്യയുടെ പ്രസന്റ് മാർക്ക് കാണാത്തതല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ yesterday we just started our 6th lesson. എന്താണ് പേര്? Our rights and duties. അല്ലേ? നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. എന്തൊക്കെ പറഞ്ഞു? We described about right and duties. Did all understand? എല്ലാവർക്കും മനസ്സിലായോ? റൈറ്റ്സ് എന്താണ്, ഡ്യൂട്ടീസ് എന്താണ് ഒക്കെ നമ്മൾ പറഞ്ഞു. നമുക്ക് ഒരുപാട് റൈറ്റ്സും ഉണ്ട്, ഡ്യൂട്ടീസും ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ? റൈറ്റ്സിനെ പോലെ തന്നെ ഡ്യൂട്ടീസും ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ? ഓക്കെ, അതാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ഈ ഒരു ലെസണിൽ. ഓക്കെ, അപ്പൊ വാട്ട് ഈസ് റൈറ്റ്സ്? എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? അവകാശങ്ങൾ എന്ന് പറയുമ്പോ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ? ടു ഗെറ്റ് ഹെൽത്തി ഫുഡ്, ടു ഗോ ടു സ്കൂൾ, ടു പ്ലേ, പിന്നെന്താ, ടു സേ വാട്ട് യു തിങ്ക്. ഓക്കെ അല്ലേ? നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ ഇവിടുന്ന്. Okay. All of you take page number 241. 241. Okay. എടുത്തോ എല്ലാവരും? Our rights and duties. Okay. അപ്പോ ശ്രദ്ധിക്കോ മക്കളെല്ലാവരും. All of you listen. Please listen. Every country has a set of rules according to which the government governs the country. എന്താണ് പറഞ്ഞേ? എവരി കൺട്രി ഹാസ് എ സെറ്റ് ഓഫ് റൂൾസ് അക്കോർഡിംഗ് ടു വിച്ച് ദ ഗവൺമെന്റ് ഗവേൺസ് ദ കൺട്രി. എന്താ പറഞ്ഞേ? ദാറ്റ് ഈസ് എവരി കൺട്രി ഹാസ് എ സെറ്റ് ഓഫ് റൂൾസ്. ഒരു കൂട്ടം, ഓരോ രാജ്യത്തിനും ഒരു കൂട്ടം എന്തുണ്ടാവും? നിയമങ്ങളുണ്ട് അല്ലേ? അതനുസരിച്ച് എന്ത് ചെയ്യും? സർക്കാർ രാജ്യം ഭരിക്കും അല്ലേ? പേജ് നമ്പർ 241. 241. Okay. Our rights and duties. Lesson name. Okay, ശ്രദ്ധിക്കൂ കേട്ടോ. Every country has a set of rules according to which the government governs the country. Oh, that is, every country has a set of rules. അതനുസരിച്ചാണ് ആര് ഭരണം നടത്തുന്നത് അല്ലേ? സർക്കാർ നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. അതനുസരിച്ച് അതിനെന്താണെന്ന് പറയുന്നത്? ദിസ് സെറ്റ് ഓഫ് റൂൾസ് ഈസ് കോൾഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ? കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ? വാട്ട് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ? എന്താണ്? എവരി കൺട്രി ഹാസ് എ സെറ്റ് ഓഫ് റൂൾസ് അക്കോർഡിംഗ് ടു വിച്ച് ദ ഗവൺമെന്റ് ഗവേൺസ് ദ കൺട്രി. ദിസ് സെറ്റ് ഓഫ് റൂൾസ് ഈസ് കോൾഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ക്ലിയർ? യെസ്. ഓക്കെ. എവരി കൺട്രി ഹാസ് എ സെറ്റ് ഓഫ് റൂൾസ് അക്കോർഡിംഗ് ടു വിച്ച് ദ ഗവൺമെന്റ് ഗവേൺസ് ദ കൺട്രി. ദിസ് സെറ്റ് ഓഫ് റൂൾസ് ഈസ് കോൾഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ? ഈ നിയമങ്ങളെയാണ് എന്ത് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോ ദാറ്റ് ഈസ് എവരി കൺട്രി ഹാസ് എ സെറ്റ് ഓഫ് റൂൾസ്. ഒരു കൂട്ടം, ഓരോ രാജ്യത്തിനും ഒരു കൂട്ടം നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ചാണ് ഭരിക്കുന്നത് അല്ലെ? അപ്പോ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ, വാട്ട് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നതിന് ആൻസർ ആണ് ഇപ്പൊ പറഞ്ഞത്. അണ്ടർലൈൻ ചെയ്യുക. എവരി കൺട്രി ഹാസ് എ സെറ്റ് ഓഫ് റൂൾസ് അക്കോർഡിംഗ് ടു വിച്ച് ദ ഗവൺമെന്റ് ഗവേൺസ് ദ കൺട്രി. ദിസ് സെറ്റ് ഓഫ് റൂൾസ് ഈസ് കോൾഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അണ്ടർലൈൻ. മിസ്, കോൺസ്റ്റിറ്റ്യൂഷൻ വരെ അണ്ടർലൈൻ ചെയ്യണോ? ഓക്കെ. അപ്പോ ആ നിയമങ്ങൾ, ഓരോ രാജ്യത്തിനും ഒരു കൂട്ടം നിയമങ്ങളുണ്ട്. ഓക്കെ, എവരി കൺട്രി ഹാസ് എ ശ്രദ്ധിക്കേ,
കണ്ടോ മോനെ എഡ്വിൻ? എവരി കൺട്രി ഹാസ് എ സെറ്റ് ഓഫ് റൂൾസ് അക്കോർഡിംഗ് ടു വിച്ച് ദ ഗവൺമെന്റ് ഗവേൺസ് ദ കൺട്രി. ദിസ് സെറ്റ് ഓഫ് റൂൾസ് ഈസ് കോൾഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. Okay. Next, then our country also has a constitution. The Constitution of India is the longest written constitution in the world. എന്താ പറഞ്ഞത്? നമ്മുടെ രാജ്യത്തിനും ഒരു ഭരണഘടനയുണ്ട് അല്ലേ? എന്താ പറഞ്ഞത്? Our country also has a constitution. നമ്മുടെ ഭരണഘടന എന്നാണ് മലയാളത്തിൽ പറയുക. കോൺസ്റ്റിറ്റ്യൂഷൻ മീൻസ്. ഓക്കെ. അപ്പോ നമ്മുടെ രാജ്യത്തിനും എന്ത് ഒരു ഭരണഘടനയുണ്ട് അല്ലേ? Our country also has a constitution. The Constitution of India is the longest written constitution in the world. എന്താ അത്? ഏറ്റവും ലോകത്തിൽ തന്നെ ഏറ്റവും എഴുതപ്പെട്ടതാണ് അല്ലെ? ദൈർഘ്യമേറിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് അല്ലെ? അപ്പോ എന്താണ് എന്താ പറഞ്ഞത്? അവർ കൺട്രി ഓൾസോ ഹാസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താ പറഞ്ഞ നമ്മുടെ രാജ്യത്തിന് ഒരു ഭരണഘടനയുണ്ട്. The Constitution of India is the longest written constitution in the world. അത് ലോകത്തിൽ തന്നെ എഴുതപ്പെട്ട ഒരു ഭരണഘടനയാണ് അല്ലേ? It came into effect on 26 January 1915 and India became a republic. നമുക്ക് എപ്പോഴാണ് റിപ്പബ്ലിക് ആയത് നമ്മുടെ ഇന്ത്യ? 1915 January 26 അല്ലേ? Since then, this day is celebrated as our Republic Day. അതാണ് നമ്മൾ എന്തായിട്ട് ആഘോഷിക്കുന്നത്? റിപ്പബ്ലിക് ഡേ ആയിട്ട് അല്ലേ? ഓക്കെ. അപ്പോ ജാനുവരി 26. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ? ഓക്കെ. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞേ? എന്തൊക്കെയാ മക്കളെ പറഞ്ഞു? ഇപ്പൊ നമ്മള് ഓർത്ത് വെക്കണം നിങ്ങള് പറയുന്ന കാര്യങ്ങള്. അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ പറഞ്ഞ? വാട്ട് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പഠിച്ചു അല്ലെ? എവരി കൺട്രി ഹാസ് എ സെറ്റ് ഓഫ് റൂൾസ് അക്കോർഡിംഗ് ടു വിച്ച് ദ ഗവൺമെന്റ് ഗവേൺസ് ദ കൺട്രി. ദിസ് സെറ്റ് ഓഫ് റൂൾസ് ഈസ് കോൾഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ. നെക്സ്റ്റ് പറഞ്ഞ അവർ കൺട്രി ഓൾസോ ഹാസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. അല്ലെ? നമുക്കൊരു ഭരണഘടനയുണ്ട്. പറഞ്ഞത് എന്താ? ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് ദ longest written constitution in the world. Next, it came into effect on 26 January 1915 and India became a republic. അല്ലേ? റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മള് സിൻസ് അന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ജാനുവരി 26 റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കും. ഓക്കെ. അപ്പൊ ഫസ്റ്റ് പാരഗ്രാഫ് മനസ്സിലായോ മക്കളെ? ഓക്കെ. അപ്പോ ആദ്യത്തെ പാരഗ്രാഫ് ഒന്ന് വായിച്ചു. ആരാ വായിക്കുന്നേ? നേരത്തെ ആരാണത് വായിക്കണം എന്ന് പറഞ്ഞ? ഷഹുമാവി. ആരാധ്യ. ഓക്കെ, ആരാധ്യ. our rights and duties. Every country had a set of rules according to which the government governs the country. Each set of rules is called Constitution. Our country also had a constitution. The Constitution of India is the longest written constitution. Constitution means ഭരണഘടന എന്നാണ് അർത്ഥം. It came into effect on 26 January 26 January 1950 India
became a republic. Republic. And then it became celebrated as 241. 241. ഓക്കെ. ഹസ്ന എവിടെയായിരുന്നു ഹസ്ന? ഹസ്നനെ കാണാറില്ലല്ലോ ഹസ്ന. മിസ് ഞാൻ വായിക്കാം. ഓക്കെ. ഹസ്ന, can you hear me? Yes or no? ഹസ്നനെ കാണാറേ ഇല്ല ഗൾഫിൽ പോയി പിന്നെ. ഹസ്നക്ക് കേൾക്കുന്നില്ലാന്ന് തോന്നുന്നു. ഓക്കെ അല്ലേ? നിങ്ങൾ കാണാറുണ്ടോ? പേജ് നമ്പർ 241. 241. ക്ലാസ്സിന് കുറെ ലേറ്റ് ആവുകയും ചെയ്യും. എഡ്വിൻ തോമസ്. ഓക്കെ എഡ്വിൻ. Our rights and duties. Every country has a set of rules according to which the government governs in country. This set of rules is called a constitution. Our country is also has constitution. Has a constitution. Constitution സ്പെല്ലിംഗ് എഴുതി പഠിക്കണേ മക്കളെ. of India is the longest written constitution in the world. It came into effect on 26th January 1950 and India became republic. Okay. Since then this day is celebrated. അന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഡേ എന്തായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു? As our Republic Day. ഓക്കെ. അപ്പൊ എന്താ ഇത് പറഞ്ഞ ഇന്ത്യയുടെ? ഓക്കെ. അപ്പൊ ഏറ്റവും ദൈർഘ്യമേറിയ ഭരണഘടന 26 ജനുവരി 26 നിലവിൽ വന്നു അല്ലെ, പ്രാബല്യത്തില് വന്നു. അപ്പോ സിൻസ് ദെൻ നമ്മൾ എന്ത് ചെയ്തു? 26 ജനുവരി 1950 എന്താണ്? 50ലാണ് നമുക്കത്, അതാണ് നമ്മള് റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നത് അല്ലെ. ഓക്കെ. അപ്പൊ അന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്യും? അത് ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യും അല്ലെ. ഓക്കെ. അത്രയാണ് ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് എന്താ? ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെ. യെസ്. എന്താ ഹസ്ന? ഹസ്ന ആരാണ് എന്നെ ഇടയ്ക്ക് വിളിച്ചേ? ഇല്ല. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് നമുക്ക് എന്താ അടുത്ത പാരഗ്രാഫ്? ഫണ്ടമെന്റൽ റൈറ്റ്സ്. എന്താ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ്? നിങ്ങൾ കേട്ടിട്ടില്ലേ മക്കൾ ഇതൊന്നും? അലൻ കണ്ണ് തുറന്നിട്ട് എന്നെ പേടിപ്പിക്കലടാ. ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെ. നിങ്ങൾ പേടിച്ചു പോയിട്ടേ ഇപ്പൊ അതിനടുത്ത് നോക്കിയതാണ്. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സ് മൗലിക അവകാശങ്ങൾ അല്ലെ. ഫണ്ടമെന്റൽ റൈറ്റ്സ് മൗലിക അവകാശങ്ങൾ. ഫണ്ടമെന്റൽ റൈറ്റ്സ്. കോൺസ്റ്റിറ്റ്യൂഷൻ അതൊക്കെ നിങ്ങൾ എഴുതി പഠിക്കണം മക്കളെ. കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ മീൻസ്? എന്താ മലയാളത്തിൽ പറഞ്ഞ? ഭരണഘടന അല്ലെ. അപ്പൊ ഭരണഘടനാ ദിനം, കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എന്താ പറഞ്ഞേ? എത്രയാ പറഞ്ഞേ? ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭരണഘടനാ ദിനം. നിങ്ങൾ ഇതൊന്നും നോട്ട് ചെയ്യുന്നില്ലേ മക്കളെ? പറഞ്ഞോ നവമി? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നവംബർ 26 അല്ലെ. നവംബർ 26 ആണ് എന്ത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ. ഓക്കെ. അപ്പൊ റിപ്പബ്ലിക് ഡേയോ? ജനുവരി 26. ഓക്കെ. അപ്പോ അത് ഫസ്റ്റ് പാരഗ്രാഫ്. നെക്സ്റ്റ് ഫണ്ടമെന്റൽ റൈറ്റ്സ് മൗലിക അവകാശങ്ങൾ അല്ലേ. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഗിവ്സ് എവരി സിറ്റിസൺ സം ബേസിക് റൈറ്റ്സ്. ദീസ് ആർ കോൾഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. These rights are for the well-being of the citizen. We can move court to protect these rights if they are denied. There are 6 fundamental rights. They are എന്താ പറഞ്ഞ ഒരു പാരഗ്രാഫിലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് പറഞ്ഞാൽ മലയാളത്തിൽ പറയുമ്പോൾ മൗലിക അവകാശങ്ങൾ അല്ലെ. മൗലിക അവകാശങ്ങൾ. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഗീവ്സ് എവരി സിറ്റിസൺ സം ബേസിക് റൈറ്റ്സ്. എന്താ പറയുന്നത്? നമ്മുടെ ഭരണഘടന ഓരോ പൗരനും ചില അടിസ്ഥാന അവകാശങ്ങൾ നൽകുന്നുണ്ട് അല്ലെ. ബേസിക് റൈറ്റ്സ്. ബേസിക് റൈറ്റ്സ് നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട് അല്ലെ, ഓരോ പൗരനും അല്ലെ. എവരി സിറ്റിസൺ
Okay, our constitution gives every citizen some basic rights. These are called fundamental rights. These are called. Our constitution gives every citizen some basic rights. These are called dash. What? Fundamental rights. Fundamental rights. Underline ചെയ്തോ fundamental rights. അപ്പോൾ അതിനെയാണ് fundamental rights എന്ന് പറയുന്നത് അല്ലേ? Okay. Our constitution gives every citizen some basic rights. These are called fundamental rights. ഇതിനെയാണ് fundamental rights അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് അല്ലേ? These rights are for the well-being of the citizen. ഈ അവകാശങ്ങള് Constitution gives every citizen some Okay. basic rights. These are called fundamental rights. അതുവരെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്തു. യെസ് 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 യെസ്. അപ്പോ our constitution gives every citizen some basic rights. These are called fundamental rights. These rights are for the well-being. Nida. എന്താ നിത ഡൗട്ട് ചോദിക്കുന്നേ ചോദിക്കേ ക്ലിയർ ആയില്ല. ഓക്കെ, നിങ്ങൾ കറക്റ്റ് ടൈമിൽ കയറാൻ ശ്രദ്ധിക്കും മക്കളെ. നമ്മൾ പഠിപ്പിച്ച് വരുമ്പോഴായിരിക്കും നിങ്ങൾ ആരെങ്കിലും ഇടയിൽ നിന്ന് എത്രയാ മിസ്സേ പേജ് നമ്പർ നിൽക്കുന്നത്, നമുക്ക് ആ ഒരു ഇതൊന്ന് പോകും. ഓക്കെ, അപ്പോ ഇപ്പാണ് കയറിയത്. നമ്മൾ ഒരു പാരഗ്രാഫേ പഠിച്ചുള്ളൂ. ഇതാ നമ്മള് എന്താ അവർ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്ന ലെസൺ ആണ് പഠിക്കുന്നത്, 6th ലെസൺ. ഓക്കെ, പേജ് നമ്പർ 241 സെക്കൻഡ് പാരഗ്രാഫ് ആണ് ഇപ്പോ പഠിക്കുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ്. Our constitution gives every citizen some basic rights. These are called fundamental rights. Please underline. These rights are for the well-being of the citizen. These rights are ഈ അവകാശങ്ങൾ പൗരന്മാരുടെ എന്താ ഈ അവകാശങ്ങൾ പൗരന്മാരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് അല്ലെ? എന്താണ് പറഞ്ഞേ? These rights are for the well-being. ക്ഷേമം അല്ലെ? ആ സിറ്റിസന്റെ അത് വേണ്ട. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞു. അപ്പോ വെൽ ബീയിങ് അങ്ങനെ ക്ഷേമം അല്ലെ, സുഖം, അത് ഓരോ സിറ്റിസന്റെയും സുഖത്തിന് വേണ്ടിയുള്ളതാണ്, ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ്. ഓക്കെ, these rights are for the well-being of the citizen. Then we can move court to protect these rights if they are denied. There are 6 fundamental rights. They are എത്ര fundamental rights ഉള്ളത്? Which? 6. Okay. Fundamental rights 6. Okay. 6 fundamental rights. They are താഴെ തന്നിരിക്കുന്നത് ഏതൊക്കെയാണ് അല്ലെ? പിന്നെന്താ പറഞ്ഞപ്പോ അപ്പൊ ഈ അവകാശങ്ങളൊക്കെ എന്താണ്? വെൽ ബീയിങ് എന്ന് പറഞ്ഞു അല്ലെ, ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് we can move court to protect these rights. എന്താ നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ? we can. അപ്പോ ഈ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ, ഡിനൈഡ് അല്ലെ, നിഷേധിക്കപ്പെട്ടാല് എന്ത് ചെയ്യാം? നമുക്ക് കോടതിയെ സമീപിക്കാം. എന്താ പറഞ്ഞേ നോക്കിയേ? we can move court to protect these rights. ഉണ്ടോ? നമുക്ക് കോടതിയെ സമീപിക്കാം അല്ലെ? നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ, ഡിനൈ ചെയ്താൽ, എന്ത് നിഷേധിക്കപ്പെട്ടാല് എന്ത് ചെയ്യാൻ? നമുക്ക് കോടതിയെ സമീപിക്കുവാനുള്ള അവകാശമുണ്ട് അല്ലെ? നമുക്ക് കോടതിയെ സമീപിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞപ്പോ ഫണ്ടമെന്റൽ റൈറ്റ്സ്. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഗിവ്സ് എവരി സിറ്റിസൺ സം ബേസിക് rights. These are called fundamental rights. These rights are for the well-being of the citizens. We can move court to protect these rights if they are denied. Denied പറയാ നിഷേധിക്കപ്പെടുക അല്ലെ? denied എന്താ? we can move court അല്ലെ? There are 6 fundamental rights. They are 6 fundamental rights ആണുള്ളത്. അത് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം അല്ലെ? ഫസ്റ്റ് വൺ, റൈറ്റ് ടു ഈക്വാലിറ്റി. എന്താണ് അങ്ങനെ പറഞ്ഞ? ഈക്വാലിറ്റി മീൻസ് റൈറ്റ് ടു ഈക്വാലിറ്റി. ഫസ്റ്റ് വൺ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫസ്റ്റ് വൺ റൈറ്റ് ടു ഈക്വാലിറ്റി. ഈക്വാലിറ്റി മീൻസ് എന്താ മക്കളെ? ഈക്വാലിറ്റി എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അവിടെ ജോയലും ജുവലും വാട്ട് ആർ യു ഡൂയിങ്? ഈ രണ്ടുപേരിരിക്കുന്നവര് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നില്ല കേട്ടോ.
സെല്ല ആൻഡ് ജോയൽ എവിടെ പോയോ? ആ സെല്ല അല്ലെങ്കിൽ നല്ലപോലെ ശ്രദ്ധിക്കുന്ന ആളാണ്. ഇപ്പൊ രണ്ടുപേരും കൂടെ സംസാരത്തിലായിരുന്നു. No. Okay. What are you doing here? Okay. അപ്പൊ എന്താ പറഞ്ഞേ? റൈറ്റ് ടു ഫസ്റ്റ് വൺ ഫണ്ടമെന്റൽ റൈറ്റ്സിലെ ഫസ്റ്റ് വൺ റൈറ്റ് ടു ഇക്വാലിറ്റി. ഇക്വാലിറ്റി എന്താ മക്കളെ? ആർക്കറിയാം? നവമി അറിയോ? ഇക്വാലിറ്റി തുല്യത. ഇക്വാലിറ്റി എല്ലാവരും തുല്യമായിട്ട്. നമ്മളിപ്പോ സ്കൂളില് യൂണിഫോം ധരിക്കുന്നത് ഇക്വാലിറ്റി എന്ന് കാണിക്കുന്നത് അല്ലെ? അപ്പൊ തുല്യതയാണ്. തുല്യതയ്ക്കുള്ള അവകാശമാണ് ഫസ്റ്റ് വൺ റൈറ്റ് ടു ഇക്വാലിറ്റി. റൈറ്റ് മീൻസ് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് അവകാശങ്ങൾ അല്ലെ? റൈറ്റ് ടു ഇക്വാലിറ്റി തുല്യതയ്ക്കുള്ള അവകാശം. ഓക്കെ, ഫസ്റ്റ് വൺ. അപ്പൊ എന്താ നോക്കിയേ? ദ റൈറ്റ് ടു ഇക്വാലിറ്റി മീൻസ് ദാറ്റ് ഓൾ സിറ്റിസൺ ആർ ഈക്വൽ ബിഫോർ ദ ലോ. All citizens, irrespective of their religion, caste, race, sex, and place of birth, are treated as equals. Right to equality, first one. Fundamental rights, first one, right to equality. The right to equality means that all citizens are equal before the law. എന്താണ് പറഞ്ഞേ? എല്ലാ പൗരന്മാരും നിയമത്തിന് മുമ്പില് തുല്യന്മാരാണ് അല്ലെ? സമന്മാരാണ് അല്ലെ? ഓക്കെ. അപ്പോ നമ്മുടെ നിയമത്തിന് മുന്നിൽ, നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെയല്ലേ? നിയമത്തിന് മുന്നിൽ എല്ലാവരും ഒരുപോലെയാണ്. അവിടെ പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ ഒന്നുമില്ല അല്ലെ? താഴേക്കടിയിലുള്ളവരാണ് അല്ലെങ്കിൽ ഉയർന്ന തട്ടിലുള്ളവരാണെന്നുണ്ടോ നമ്മുടെ നിയമത്തിന് മുന്നിൽ? ഇല്ല. തുല്യമാരാണ്. എല്ലാവരും ഒരുപോലെയാണ് അല്ലെ? സമന്മാരാണ്, തുല്യരാണ്. എല്ലാ പൗരന്മാരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. അതാണ് ഫസ്റ്റ് വൺ. The right to equality means that all citizens are equal before the law. All citizens, irrespective of their religion, caste, race, sex, and place of birth, are treated as equals. എന്താണ് പറഞ്ഞേ? ജാതി അല്ലെ? ജാതി ഏതാ? ജാതി നോക്കിയേ, എവിടെ നോക്ക് നിങ്ങള്? റിലീജിയൻ, കാസ്റ്റ് മതം, ജാതി, റേസ്, അടുത്തെന്താ? ലിംഗഭേദം, സെക്സ് ജന്മസ്ഥലം. അല്ല, സെക്സ് ഏതാ പറയുന്നേ? സെക്സ് അറിയില്ലേ മക്കളെ? ലിംഗഭേദം അല്ലെ? നമ്മള് ഫീമെയിൽ ആൻഡ് മെയിൽ എന്ന് പറഞ്ഞില്ലേ? സെക്സ് അതാ പറഞ്ഞേ. അതില് ആൺ പെൺ വ്യത്യാസമില്ല, മതവ്യത്യാസമില്ല, ജാതി വ്യത്യാസമില്ല. അതാ പറഞ്ഞേ. റിലീജിയൻ, കാസ്റ്റ്, റേസ്, സെക്സ് ആൻഡ് പ്ലേസ് ഓഫ് ബർത്ത്, ജനിച്ച സ്ഥലം. ഇതൊന്നും അവിടെ അതിനു മുന്നില് പ്രശ്നങ്ങളല്ല അല്ലെ? അപ്പോ നമ്മുടെ അവകാശങ്ങളുടെ മുന്നില് തുല്യം, സമന്മാരാണെന്ന് പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് വൺ റൈറ്റ് ടു ഇക്വാലിറ്റി അല്ലെ? അതില് ഇതൊക്കെ പറഞ്ഞു. ഓൾ സിറ്റിസൺസ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ റിലീജിയൻ, കാസ്റ്റ്, റേസ്, സെക്സ് ആൻഡ് പ്ലേസ് ഓഫ് ബർത്ത് ആർ ട്രീറ്റഡ് ആസ് ഈക്വൽസ് അല്ലെ? അപ്പോ ഫസ്റ്റ് വൺ നമ്മൾ പഠിച്ചത് റൈറ്റ് ടു ഇക്വാലിറ്റി. അപ്പോ ലിംഗവും ജനസംഖ്യ ഇപ്പൊ പരിഗണിക്കാതെ എല്ലാ പൗരന്മാർക്കും എന്ത് കൊടുക്കുന്നുണ്ട്? ചികിത്സ വരെ കൊടുക്കുന്നുണ്ട്. ചികിത്സ നൽകുന്നു. ഓക്കെ, ഇത്രയാണ് ആദ്യത്തെ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഒന്നാമത്തത് പറഞ്ഞത്. ഓക്കെ, റൈറ്റ് ടു ഇക്വാലിറ്റി. അപ്പോ ഫണ്ടമെന്റൽ റൈറ്റ്സും റൈറ്റ് ടു ഇക്വാലിറ്റിയും ഒന്ന് വായിച്ചേ. ആരാ നെക്സ്റ്റ് വായിക്കുന്നേ? അലൻ മാത്യു. Yes, all of you listen. Please listen. വായിക്കുമ്പോൾ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. Fundamental rights our constitutions gives every സിറ്റിസൺ എന്ന് പറഞ്ഞാൽ എന്താ മീൻസ്? പൗരന്മാര് അല്ലേ? നമ്മൾ ഇന്ത്യയിലെ ഓരോ ഇന്ത്യൻ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പൗരന്മാർ. basic rights. These are called fundamental rights. These rights are for the well-being of the citizens. We can move court to protect these rights if they are denied. There are 6 fundamental rights. They are 1. Right to equality. The right to equality means that all citizens are equal before the law. All citizens, irrespective of their religion, caste, race,
sex, and place of birth are treated as equals. ഓക്കെ, ക്ലിയർ ആണോ അത്? ഇപ്പൊ പറഞ്ഞ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു, ഫണ്ടമെന്റൽ റൈറ്റ്സ് പറഞ്ഞു. ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഫസ്റ്റ് വൺ റൈറ്റ് ടു ഈക്വാലിറ്റി. ഓക്കെ, all of you clear? Okay, okay. Next എന്താ നോക്കിയേ? അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സില് ഫസ്റ്റ് വൺ റൈറ്റ് ടു ഇക്വാലിറ്റി. നെക്സ്റ്റ് സെക്കൻഡ് വൺ എന്താ? റൈറ്റ് ടു ഫ്രീഡം. വാട്ട് ഈസ് മീൻ ബൈ ഫ്രീഡം? ഫ്രീഡം, സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം. വെരി ഗുഡ് അല്ലേ? ഫ്രീഡം, നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ട്. ഇതിന് റൈറ്റ് ടു ഫ്രീഡം എന്ന് പറഞ്ഞാല് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അല്ലേ? അപ്പോ നെക്സ്റ്റ് വായിക്കാൻ പറ്റുന്നത് The right to freedom allows all citizens to speak freely, choose any occupation, and reside and travel anywhere within the country. It also provided for free and compulsory education for all children between 6 and 14 years of age. എന്താ പറഞ്ഞ ഇവിടെ? റൈറ്റ് ടു ഫ്രീഡം. എല്ലാ പൗരന്മാർക്കും എന്താണ്? സ്വതന്ത്രമായി സംസാരിക്കാനും പിന്നെയോ ഏത് തൊഴിൽ തിരഞ്ഞെടുക്കുവാനുള്ള, രാജ്യത്തിനകത്ത് എവിടെയും സഞ്ചരിക്കാനും നമുക്ക് എന്തുണ്ട്? താമസിക്കാനും യാത്ര ചെയ്യാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് അല്ലെ? അതാ ഇവിടെ പറയുന്നത്. The right to freedom allows all citizens to speak freely. സ്വതന്ത്രമായി സ്പീക്ക് ചെയ്യാൻ, സ്വതന്ത്രമായി സംസാരിക്കാൻ. സ്പീക്ക് ഫ്രീലി. Choose any occupation. Choose any occupation. Occupation. എന്താ മീനിങ് occupation? നമ്മൾ ഈ ഫോം തന്നെ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ കാണില്ലേ occupation? അവിടെ നമ്മുടെ ഫാദറിന്റെ occupation എന്താണെന്ന് എഴുതാനുണ്ടാവും. നിങ്ങൾ ഇതുവരെ ഫോം ഒന്നും കണ്ടില്ല, എന്തെങ്കിലും ഒരു ഫോം ഫില്ല് ചെയ്യാനും. ഇതൊക്കെ നിങ്ങൾ പഠിക്കുന്നത് എവിടെയെങ്കിലും ഉപകരിക്കണം, എവിടെയെങ്കിലും. occupation means വെരി ഗുഡ്. ജോലി അല്ലേ? occupation, തൊഴില്. ഓക്കെ, തൊഴിൽ. നമ്മുടെ ഫാദറിന്റെ occupation ചോദിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു ഫോം ഫില്ല് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ occupation ഇതൊക്കെ ചോദിക്കും. നിങ്ങൾക്ക് ചെറിയ കുട്ടിയൊക്കെ ആകുമ്പോൾ ഫാദറിന്റെ അല്ലെങ്കിൽ മദറിന്റെ occupation അല്ലെ? മദേഴ്സ് നെയിം, ഫാദേഴ്സ് നെയിം, ഫാദേഴ്സ് occupation, മദേഴ്സ് occupation ഇതൊക്കെ ചോദിക്കും. അപ്പൊ തൊഴിലാണ് അല്ലെ? തൊഴിൽ. അപ്പോ എന്താ ചോദിച്ചേ? പറഞ്ഞേ സ്പീക്ക് ഫ്രീലി. ഫസ്റ്റ് വൺ എന്ത്? ഫ്രീ ആയിട്ട് സംസാരിക്കാണ് അല്ലെ? നെക്സ്റ്റ് എന്താ? ചൂസ് എനി ഓക്കുപ്പേഷൻ. നമുക്ക് ഏത് തൊഴിൽ വേണമെങ്കിലും സ്വീകരിക്കാം, ചൂസ് ചെയ്യാം, തെരഞ്ഞെടുക്കാം. ചൂസ് ചെയ്യുക എന്നാണ് തെരഞ്ഞെടുക്കുക അല്ലെ? ആൻഡ് നെക്സ്റ്റ് എന്താ പറഞ്ഞ? റിസൈഡ് ആൻഡ് ട്രാവൽ എനിവർ. എന്താ എനിവർ? എവിടെയും എവിടെയും യാത്ര ചെയ്യാനും താമസിക്കുവാനും അല്ലെ? രാജ്യത്തിനകത്ത്, നമ്മുടെ ഈ രാജ്യത്തിനകത്ത് നമുക്ക് എവിടെയും താമസിക്കുവാനും യാത്ര ചെയ്യുവാനും അനുവദിക്കുന്നുണ്ട് അല്ലെ? അതിനുള്ള സ്വാതന്ത്ര്യം പറഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ, നമുക്ക് ഏത് തൊഴിൽ തിരഞ്ഞെടുക്കാം, പിന്നെ എവിടെ താമസിക്കാം, എവിടെയൊക്കെ സഞ്ചരിക്കാം, ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം അല്ലെ? പിന്നെന്താ പറഞ്ഞ അടുത്ത്? ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് ഫോർ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ അല്ലെ? സൗജന്യവും നിർബന്ധിതവുമായ. ഫ്രീ ആൻഡ് കമ്പൽസറി. കമ്പൽസറി മീൻസ് നിർബന്ധിതം അല്ലെ? കമ്പൽസറി നിർബന്ധമായി എന്നുള്ള അർത്ഥത്തിലാണ് നിർബന്ധിതം. അപ്പൊ ഫ്രീ സൗജന്യം. അപ്പൊ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം. എഡ്യൂക്കേഷൻ മീൻസ് വിദ്യാഭ്യാസം അല്ലെ? എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ ബിറ്റ്വീൻ 6 and 14 years of age. 6നും 14നും 6 and 14 years of age. 6നും 14 ഏജിനും ഇടയിലുള്ള കുട്ടികൾക്ക് സൗജന്യവും ഫ്രീ ആൻഡ് കമ്പൽസറി നിർബന്ധിതവുമായ വിദ്യാഭ്യാസം അല്ലെ? ഇവ നൽകുന്നു. ഓക്കെ, ക്ലിയർ? യെസ്, ഓക്കെ. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? റൈറ്റ് ടു ഫ്രീഡം സെക്കൻഡ് വൺ. ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഒന്നാമത്തത് ഫസ്റ്റ് വൺ റൈറ്റ് ടു ഇക്വാലിറ്റി. വെരി ഗുഡ്. സെക്കൻഡ് വൺ
റൈറ്റ് ടു ഫ്രീഡം. അതിലാണ് എന്തൊക്കെ പറഞ്ഞത് നമ്മളോട്? ദ റൈറ്റ് ടു ഫ്രീഡം അലൗസ് ഓൾ സിറ്റിസൺ ടു സ്പീക്ക് ഫ്രീലി, ചൂസ് എനി ഓക്കുപേഷൻ ആൻഡ് റിസൈഡ് ആൻഡ് ട്രാവൽ എനിവർ വിത്തിൻ ദ കൺട്രി. നമ്മുടെ രാജ്യത്തിനകത്ത് എവിടെ വേണമെങ്കിൽ യാത്ര ചെയ്യാനും സഞ്ചരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് ഫോർ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ ബിറ്റ്വീൻ 6 and 14 years of age. അപ്പോ 14-നും 6 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് നിർബന്ധവും സൗജന്യവുമായ വിദ്യാഭ്യാസവും നൽകുന്നു. ഓക്കെ, ക്ലിയർ? ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ആ ഒരു ഇത് വായിച്ചേ മക്കള്. ആരാ നെക്സ്റ്റ് വായിക്കുന്നത്? റൈറ്റ് ടു ഫ്രീഡം. സെൽന. Right to freedom. The right to freedom allows the citizen to speak freely, choose any occupation, and reside and travel anywhere within the country. It also provides for free and compulsory education for all children between 6 and 14 years of age. ഓക്കെ, നിങ്ങൾക്ക് അതിന് ഏതെങ്കിലും മീനിങ് അറിയാതെങ്കിൽ എഴുതി വെക്കണം കേട്ടോ. ചൂസ് എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുക്കുക എന്നാണ്. അതിന്റെ മേലെ ചെറുങ്ങനെ മീനിങ് വേണമെങ്കിൽ എഴുതിയെടുക്കാം. നിങ്ങൾക്ക് ചൂസ് തെരഞ്ഞെടുക്കുക. ഓക്കുപേഷൻ തൊഴിൽ അല്ലെ. എനിവർ ഇവിടെ വേണമെങ്കിലും, അതായത് എനിവർ വിത്തിൻ ദ കൺട്രി രാജ്യത്തിനകത്ത് അല്ലെ. നിങ്ങൾക്ക് ജസ്റ്റ് അത് മനസ്സിലാവണം എന്താണ്. അപ്പൊ കമ്പൽസറി നിർബന്ധിതമായ അല്ലെ. എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം. ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ എന്താ? 1 minute ഉള്ളൂ അല്ലെ മക്കളെ. നിങ്ങൾ വേഗം കയറി ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് മിസ് അല്ലേ. ഇപ്പൊ 12:05 ആയുള്ളൂ. 10 minute ഉണ്ടല്ലോ നമുക്കിനി. പക്ഷെ നിങ്ങൾ ഇത് കട്ടാക്കി. കുറച്ച് നേരത്തെ 10 minute ഉണ്ടാവില്ല, ഒരു 5 minute നമുക്ക് കിട്ടുന്നതായിരുന്നു. അപ്പൊ ആരോ ഒരു 5 minute മുന്നേ കയറുന്നുണ്ട് അല്ലേ. നിങ്ങൾക്ക് എന്തൊക്കെ കുശലാന്വേഷണം ഒക്കെ നടത്താൻ വേണ്ടി ആയിരിക്കാം അല്ലേ. യെസ് ഓർ നോ? കയറി ഇന്നിന് ആരെങ്കിലും നേരത്തെ ഒരു 2 minute എല്ലാം മുമ്പേ കയറാൻ പാടുള്ളൂ കേട്ടോ മക്കളെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് എന്തൊക്കെ പഠിച്ചു ശ്രദ്ധിച്ചേ മക്കളെ. അവർ 6th chapter, അവർ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. ഫസ്റ്റ് വൺ കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് പറഞ്ഞു. അതില് 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണുള്ളത് എന്ന് പറഞ്ഞു. ഫസ്റ്റ് വൺ റൈറ്റ് ടു ഇക്വാലിറ്റി, സെക്കൻഡ് റൈറ്റ് ടു ഫ്രീഡം. ഓക്കെ, ഇനി തേർഡ് റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ് അല്ലെ. അത്രയാണുള്ളത്. എന്തൊക്കെയാ? റൈറ്റ് ടു ഫ്രീഡം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരായ അവകാശം. എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ചൂഷണം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി നമുക്ക് പഠിക്കും അല്ലേ. ഓക്കെ, അപ്പൊ ഇനി നമ്മള് റെഗുലർ ക്ലാസ്സിൽ കാണാം അല്ലേ. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എടുത്തത് വരെയുള്ള ഭാഗം നന്നായിട്ട് മക്കൾ ഒരു 5 times എങ്കിലും വായിക്കണം. ഓക്കെ ഓക്കെ, എന്നാൽ മാത്രം നിങ്ങൾക്ക് അത് നല്ല പോലെ മനസ്സിലാവും.